നിങ്ങളുടെ ഉറക്കം കെടുത്തിയൊരു സ്വപ്നം. വെള്ളക്കോട്ടും കഴുത്തിൽ തൂക്കിയ സ്റ്റെതസ്കോപ്പുമായി നിറഞ്ഞ പുഞ്ചിരിയോടെ ഈ ലോകത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കുന്ന ഡോക്ടർ എന്ന് സ്വന്തം പേരിന് മുന്നിൽ ചേർത്തെഴുതുന്നൊരു ദിവസം. അതിൻ്റെ ആദ്യ പടിയിലേക്ക് ഇനി 1 മാസം മാത്രം മുന്നിൽ നിൽക്കേ മതി, തളർന്നുപോയി, ഇതിവിടെ അവസാനിപ്പിക്കാം എന്ന് നിങ്ങൾ എന്തിനാണ് ചിന്തിക്കുന്നത്? ബാക്ക്ലോഗ്സോ മോക്ക് എക്സാമുകളിലെ അപ്രതീക്ഷിതമായ സ്കോറുകളോ ചുറ്റും നിൽക്കുന്നവരുടെ പരിഹാസങ്ങളോ ഒക്കെയാവാം നിങ്ങളെ കൊണ്ട് ഇതിവിടെ അവസാനിപ്പിക്കാം എന്ന് തീരുമാനിപ്പിക്കുന്നത്. 1 വർഷം നീണ്ട യാത്രയാണ് നിങ്ങൾ അവസാനിപ്പിക്കുന്നത് എന്ന് നിങ്ങൾ ഓർക്കണം. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഈ ലോകത്ത് ജീവിതത്തിൽ വിജയിച്ചവരുടെ എണ്ണം വളരെ കുറഞ്ഞുപോയതെന്ന്? ജീവിതത്തിൽ നേരിടുന്ന 1-2 തോൽവികളോടെ നിങ്ങളെപ്പോലെ തന്നെ മതി, ഇതിവിടെ അവസാനിപ്പിക്കാം എന്ന് തീരുമാനിച്ചവരായിരുന്നു ഈ ലോകത്ത് തോറ്റുപോയവരൊക്കെ. 1 വർഷം നീണ്ട നിങ്ങളുടെ ഈ യാത്ര ഇനി മതി എന്ന് തീരുമാനിക്കുമ്പോൾ, ഇതിവിടെ അവസാനിപ്പിക്കാമെന്ന് തീരുമാനിക്കുമ്പോൾ തോറ്റുപോയവരുടെ കൂട്ടത്തിലേക്ക് നിങ്ങളും ആഡ് ചെയ്യപ്പെടുകയാണ്. തോൽവികളിൽ മനസ്സുമെടുത്ത് ലക്ഷ്യസ്ഥാനത്തെത്തുന്നതിന് മുമ്പ് അവസാനിപ്പിക്കാം എന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ ലോകത്തൊരു സച്ചിനോ, ഒരു മെസ്സിയോ, ഒരു JK റൗളിങ്ങോ, ഒരു AR റഹ്മാനോ ഒന്നും ഉണ്ടാവുമായിരുന്നില്ല. സുനിത വില്യംസ് ആൻഡ് ബുച്ച് വിൽമോർ, ഈ 2 പേരുകൾ റീസെൻ്റായി നിങ്ങൾ കേട്ട 2 പേരുകളാണ്. 7 ദിവസത്തിനു വേണ്ടി ഒരു ബഹിരാകാശ യാത്രയ്ക്ക് ഇറങ്ങി തിരിച്ച് 9 മാസം സ്പേസിൽ ജീവിക്കേണ്ടി വന്ന 2 മനുഷ്യർ. ഇന്ന് ഈ ലോകം അവരെ ഇത്ര കണ്ട് വാഴ്ത്തുന്നതിന് പുറകിൽ അവരുടെ അഡ്വഞ്ചറസ് ലൈഫിനോടും ബഹിരാകാശ യാത്രകളോടുമുള്ള അടങ്ങാത്ത പാഷൻ ഒന്ന് മാത്രമാണ്. ആ 9 മാസത്തിനിടയ്ക്ക് ഒരിക്കലെങ്കിലും മനസ്സും മടുത്തു പോയിരുന്നെങ്കിൽ, ഇതിവിടെ അവസാനിപ്പിക്കാമെന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ ഇന്ന് ലോകം അവരെ മറന്നുപോയേനെ. തോൽവികളിൽ അടിവതറാതെ തളരാതെ പോരാടുക. ഒരു നാൾ ഈ ലോകം നിങ്ങളെ അംഗീകരിക്കും. കുറ്റപ്പെടുത്തിയവർ നിങ്ങളെ ചേർത്ത് പിടിക്കും. നിങ്ങളുടെ പാരൻസ് നിങ്ങളെ ഓർത്ത് അഭിമാനിക്കും. ഇഫ് യു ക്യാൻ ഡ്രീം ഇറ്റ്, യു ക്യാൻ ഡു ഇറ്റ്.